ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അർജുൻ. നമ്മളിന്ന് വന്നിട്ടുള്ളത് സെറ്റ് കൊമേഴ്സിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസും അതിൻ്റെ കൺസെപ്റ്റും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ നോക്കാം. ഇവിടെ ലിസ്റ്റ് 1 സൂപ്പർവിഷൻ ചാർജസ്, റെന്റ് ഓഫ് ബിൽഡിംഗ്, സ്റ്റോർസ്, ഓവർഹെഡ്, ഇലക്ട്രിക് ചാർജസ്, റിക്വസിഷൻ ഹാൻഡിൽ. ഇവിടെ നോക്കാം, സൂപ്പർവിഷൻ ചാർജസ് എന്തിനു ബേസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുക? അത് ഇവിടെ നോക്കാം അല്ലേ. സൂപ്പർവൈസ് ചെയ്യുക, എംപ്ലോയീസിനാണ് സൂപ്പർവൈസ് ചെയ്യുക. സോ എംപ്ലോയീസിന്റെ നമ്പേഴ്സിനനുസരിച്ചാണ് എന്തുണ്ടാവുക, നമ്മുടെ സൂപ്പർവിഷൻ ചാർജസ് ഉണ്ടായിരിക്കുക. ഇനി റെന്റ് ഓഫ് ബിൽഡിംഗ്, ബിൽഡിങ്ങിന്റെ റെന്റ് എന്തിനു ബേസ് ചെയ്തായിരിക്കും? അത് ഫ്ലോർ ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, എത്ര ഫ്ലോർ ഉണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട്, എത്ര ഏരിയ ആണ് നമ്മൾ റെന്റ് എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. സ്റ്റോഴ്സ് ഓവർഹെഡ്, സ്റ്റോറിന്റെ ഓവർഹെഡ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും? നമ്പർ ഓഫ്, ഇത് ഇവിടെ വന്നാട്ടോ, സ്കിപ്പായി ഇങ്ങോട്ട് പോയതാണ്. സ്റ്റോർ ഓവർഹെഡ് കിടക്കുന്നത് നമ്പർ ഓഫ് റിക്വസിഷൻ ഹാൻഡിൽഡ് ആണ് സ്റ്റോർ ഓവർഹെഡ് കിട്ടുന്നത്. അത് ഇലക്ട്രിസിറ്റി ചാർജ് കണക്കാക്കുന്നത് ലൈറ്റ് പോയിന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള കോമ്പിനേഷൻ. അങ്ങനെ ആകുമ്പോൾ ഏതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എയിലാണ് ഇതേ കോമ്പിനേഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ അബ്നോർമൽ ഐഡിൽ ടൈം? അബ്നോർമൽ ഐഡിൽ ടൈം എന്താണെന്ന് നോക്കാം. ഐഡിൽ ടൈം എന്താണെന്ന് നോക്കാം. ഐഡിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുക. അതായത് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സമയം, അതിനെയാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നു, അയാൾ വർക്ക് ചെയ്യാത്ത സമയം, അതാണ് എന്ത്? ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഈ ഐഡിൽ ടൈം നോർമൽ ഐഡിൽ ടൈം ഉണ്ട്, അബ്നോർമൽ ഐഡിൽ ടൈം ഉണ്ട്. നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ബ്രേക്ക് എടുക്കേണ്ടി വരിക, അല്ലെ പ്രൊഡക്ഷൻ്റെ ഭാഗമായി തന്നെ പ്രൊഡക്ഷനിലും ബ്രേക്ക് എടുക്കേണ്ടി വരിക. അതിനെയാണ് നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. നേരെ മറിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇതുപോലെയുള്ള ജോലി നിർത്തിവെക്കുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിർത്തിവെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതിനെയാണ് അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഇവിടെ ചോദിക്കുന്നത് നോട്ട് എ റീസൺ ഫോർ അബ്നോർമൽ ഐഡിൽ ടൈം എന്നാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് നോർമൽ ഐഡിൽ ടൈം ഏതാണെന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സ്ട്രൈക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്, പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. സോ അതൊരു അബ്നോർമൽ ആയിട്ടുള്ള ഐഡിൽ ടൈം ആണ്. സോ ഇതല്ല അതിൻ്റെ ഉത്തരം. പവർ ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ അതും ഒരു ആക്സിഡൻ്റലാണ്, അത് അപ്രതീക്ഷിതമായി വരുന്നതാണ്, അത് അബ്നോർമൽ ഐഡിൽ ടൈമിന് കാരണമാകുന്നു. മെഷീൻ സെറ്റിംഗ് അപ്പ് ടൈം, ഒരു മെഷീൻ, പുതിയ മെഷീനറി വന്നു, ആ മെഷീനറി സെറ്റപ്പ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആക്സിഡൻ്റൽ ആയിട്ടുള്ള കാര്യമല്ല, അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്, എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള സമയം അത് നോർമൽ ആയിട്ടുള്ള ഐഡിൽ ടൈമാണ്. ഒരു മെഷീനറി സെറ്റപ്പ് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായി തന്നെ അവർ കൊടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് അത് ഇറ്റ് ഈസ് എ നോർമൽ ഐഡിൽ ടൈം. സോ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇവിടെ ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറി അത് ആക്സിഡൻ്റലാണ്, അപ്രതീക്ഷിതമാണ്. സോ ഇത് വരാൻ സാധ്യത. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡിവിഡൻഡ് പെയ്ഡ് ബൈ ആൻ എന്റർപ്രൈസ് ഈസ് ഷോഡ് അണ്ടർ ദ ഹെഡ് ക്യാഷ് ഫ്ലോ ഫോം. ഏത് ഹെഡിൻ്റെ ആണ്, ക്യാഷ് ഫ്ലോ ഫോമിൻ്റെ ഏത് ഹെഡിലാണ് ഡിവിഡൻഡ് പെയ്ഡ് ബൈ ആൻ എന്റർപ്രൈസ്? ഒരു എന്റർപ്രൈസ് ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഹെഡിലാണ് വരിക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ആക്ടിവിറ്റി, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്രം ഓപ്പറേഷൻ. ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കമ്പനി കൊടുക്കുന്ന പ്രോഫിറ്റിന്റെ വിഹിതമാണ് ഡിവിഡൻഡ്. സോ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഓപ്പറേഷൻ ആക്ടിവിറ്റിന് വിഹിതത്തിന് കൊടുക്കുന്നതല്ല. ഓപ്പറേഷൻ നിന്നുള്ള ക്യാഷുമല്ല ഡിവിഡൻഡ്. എന്താണ്? ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ആണ് ഏത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ ഇത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഹെഡിലാണ് വരിക, ഓപ്ഷൻ എ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is correct sequence of Maslow's hierarchy of needs from top to bottom? നമ്മുടെ പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി. നമ്മൾ കണ്ടിട്ടുണ്ടാവും മാസ്ലോവിൻ്റെ പിരമിഡ് അല്ലേ? നീഡ് ഹൈറാർക്കി തിയറിയുടെ പിരമിഡ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ 5 സ്റ്റേജസ് ഉണ്ട്, 5 ലെവൽസ് ഉണ്ട്. ഒരു മനുഷ്യന് അവൻ്റെ അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്.
ഏറ്റവും ബേസിക് ആവശ്യം മുതൽ ഏറ്റവും ഹയസ്റ്റ് ആവശ്യം വരെ. അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വലായിട്ടുള്ള ടോപ്പ് ടു ബോട്ടം അതിൻ്റെ ലെവൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്താണെന്ന് നോക്കാം. നമുക്കറിയാം മാസ്ലോവിൻ്റെ ഹൈറാർക്കിയിൽ ഏറ്റവും ബേസിക്കിൽ വരുന്നതാണ് എന്ത്? ഫിസിയോളജിക്കൽ നീഡ്സ് കണ്ടല്ലേ? ഫിസിയോളജിക്കൽ നീഡ്സ്. ഇവിടെ ഫിസിയോളജിക്കലും ഇവിടെ സൈക്കോളജിക്കലും കാണാം. ഇത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, തെറ്റിക്കാനും സാധിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. സൈക്കോളജിക്കൽ അല്ല, ഫിസിയോളജിക്കലാണ്. ഫിസിയോളജിക്കൽ നീഡ്സ് അതായത് നമ്മുടെ ഭക്ഷണം, ഷെൽട്ടർ, അങ്ങനെ എയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭക്ഷണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്. ഒരു മനുഷ്യന് ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് സെക്യൂരിറ്റി നീഡ്സ്. അവന് വീട് വേണം, ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ ഒപ്പം എന്താണ് ഒരു മേൽക്കൂര, ഒരു താമസിക്കാൻ ഒരു ഇടം, സംരക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിനും ഹയസ്റ്റ് നീഡാണ് സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഫാമിലി ഉണ്ടാവണം, ഫ്രണ്ട്സ് ഉണ്ടാവണം, പ്രണയം ഉണ്ടാവണം, സൗഹൃദം ഉണ്ടാവണം, അങ്ങനെയുള്ള മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, മനുഷ്യനുമായിട്ട് ഇൻട്രാക്ഷനുള്ള ആവശ്യങ്ങളാണ്. അതാണ് സോഷ്യൽ നീഡ്സ്. അത് കഴിഞ്ഞാൽ എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷറിയസ് നീഡ്സ് ആണ്. എന്താണ് നമ്മുടെ സൽപ്പേര് നിലനിർത്താൻ, നമുക്ക് നമ്മുടെ എസ്റ്റീം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, വലിയ വാഹനങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുക, ഇഷ്ടപ്പെട്ട ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുക, അതൊക്കെ എസ്റ്റീം നീഡ്സിൽ വരുന്നു. ഇനി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് ഏറ്റവും ഹയസ്റ്റ് നീഡ്. ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ എന്താവാനാണോ ആഗ്രഹം അത് അച്ചീവ് ചെയ്യുമ്പോഴാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഉണ്ടാകുന്നത്. ഒരു ആക്ടർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഓസ്കാർ അവാർഡ് ആയിരിക്കും. സോ ഓസ്കാർ അവാർഡ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അയാൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്തെന്ന് പറയാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെ. ചിലർക്ക് ഒരു ക്രിക്കറ്റ് കളിക്കാരന് ചിലപ്പോൾ വേൾഡ് കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗർക്ക് ചിലപ്പോൾ അയാൾക്ക് സിനിമയിൽ പാടാനായിരിക്കാം, എന്തും ആവാം. ഓക്കെ, സോ അത് ഓരോ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ ഇതാണ് മാസ്ലോ പറയുന്ന അയാളുടെ നീഡ് ഹയറാർക്കി തിയറി എന്ന് പറയുന്നത്. ഇതാണ് അയാളുടെ പിരമിഡ് ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. അത് ടോപ്പ് ടു ബോട്ടം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. ദ എമൗണ്ട് പെയ്ഡ് ഫോർ ഗുഡ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ബയർ എക്സ്പെക്ടേഷൻ അബൌട്ട് ഫ്യൂച്ചർ. ഗുഡ് വിൽ എന്താണെന്ന് അറിയാം. അതായത് ഒരു കമ്പനി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ അസറ്റിൻ്റെ വാല്യൂ കണക്കാക്കുകയും അവരുടെ ലയബിലിറ്റി ഒക്കെ കഴിച്ചിട്ട് അസറ്റിൻ്റെ വാല്യൂ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം അത് അഡീഷണൽ ആയിട്ട് ഒരു എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കും, ഗുഡ് വില്ല് ആഡ് ചെയ്ത് കൊടുക്കും. ഈ ഗുഡ് വില്ല് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ബയ്യർ ആ കമ്പനിക്ക് കൊടുക്കുന്നത്? അത് ഭാവിയിൽ ഇവരുടെ ബ്രാൻഡിൽ തന്നെ പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന സമയത്ത് ഇവർക്ക് ലാഭം ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഇവർ ഗുഡ് വില്ല് എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. സോ ഇവിടെ എക്സ്പെക്ടേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്രോഫിറ്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആറാമത്തെ ചോദ്യം, ആബ്സല്യൂട്ട് സീറോ എക്സിസ്റ്റ് ഇൻ ഡാഷ് സ്കെയിൽ. നമുക്ക് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സ്കെയിലിങ്ങിനെ പറ്റി നമ്മൾ ക്ലാസ്സുകളിൽ ഒരുപാട് എടുത്തിട്ടുണ്ട്. അതിൽ ബേസിക് ലെവൽ ഓഫ് സ്കെയിലിംഗ് ആണ് നോമിനൽ സ്കെയിലിംഗ്. ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ കൊടുക്കുന്ന ഒരു സ്കെയിലിംഗ് മാത്രമാണ്. നമ്പേഴ്സിന് അവിടെ വാല്യൂ ഇല്ല. അതിനും ഹയസ്റ്റ് സ്കെയിലാണ് നമ്മുടെ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിന് വാല്യൂ ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഉണ്ട്, പക്ഷേ ആ നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ അല്ല എന്നുള്ളതാണ്. ഞാനത് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ഇതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഓൾറെഡി കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും എൻ്റെ തന്നെ വീഡിയോ. സോ ഓർഡിനൽ സ്കെയിൽ അതിന് ഹയസ്റ്റ് ലെവൽ ഓഫ് സ്കെയിലിംഗ് ആണ് നമ്മുടെ ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്കെയിൽ ഇന്റർവൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്പറിന് വാല്യൂ ഉണ്ട്, ആ നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അവിടെ ഒരു സീറോ ഉണ്ടെങ്കിലും അതൊരു ആബ്സല്യൂട്ട് സീറോ ആയിരിക്കില്ല. കാരണം ആബ്സല്യൂട്ട് സീറോ ആയിരിക്കില്ല. ആബ്സല്യൂട്ട് സീറോ ഉള്ള സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ റേഷ്യോ സ്കെയിൽ മാത്രമാണ്. റേഷ്യോ സ്കെയിലാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. റേഷ്യോ സ്കെയിലാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമ്മുടെ കോഴ്സുകളെ പറ്റി പറയാതെ പോകാൻ പറ്റില്ല. കാരണം സെറ്റ് എക്സാമിനുള്ള നമ്മുടെ കോഴ്സുകൾ CCയിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജനുവരി മാസത്തിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ 30 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30 ദിവസത്തിൽ നമുക്കറിയാം ജനുവരി വരെയാണ് സമയമുള്ളത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു 30 ദിവസം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാവുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മുടെ കോഴ്സിലുള്ളത്. നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ആപ്പ് വഴി, അതുപോലെ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, യൂട്യൂബ് ലൈവുകൾ, അതുപോലെ സൂം ലൈവുകൾ, വീക്കിലി ഇൻട്രാക്ഷൻ സെക്ഷൻസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ അധ്യാപകരായിട്ട്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, റെഗുലർ ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സാണ്. ഒരുപാട് കുട്ടികൾ സെറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കൊമേഴ്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്കെല്ലാം നമ്മൾ സെറ്റിൻ്റെ കോഴ്സ് CCയിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിന് നമുക്ക് ഈ നമ്പറിൽ 9746455514 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിൻ്റെ കോഴ്സിനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാം. നിങ്ങൾ ഉടനെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക, ഒട്ടും സമയം കളയാനില്ല. നമുക്ക് ഇത്തവണ തന്നെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് കോഴ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം, വിച്ച് ആംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പ്യൂട്ടർ വൈറസ്. ഇത് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. ആക്ച്വലി കൊമേഴ്സുമായി ബന്ധപ്പെട്ടല്ല, പക്ഷേ നമ്മുടെ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. സോ എന്താണ് ഇതിലേതാണ് കമ്പ്യൂട്ടർ വൈറസ് അല്ലാത്തതെന്നാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ കാസ്പെർസ്കി കാണാം, അത് നമ്മുടെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ്. സോ നേരെ നമുക്ക് അറിയാവുന്നവർക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓപ്ഷൻ C ആണ് വൈറസ് അല്ലാതെ, ബാക്കിയെല്ലാം വൈറസസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് ദ ഐഡാസ് മോഡൽ. ഐഡാസ് മോഡൽ സ്റ്റാൻഡ്സ് ഫോർ. ഐഡാസ് മോഡലും ഇതുപോലെ തന്നെ മാസ്ലോണിന്റെ നീഡ് ഹയറാർക്കി തിയറി പോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഐഡാസ് മോഡൽ. സോ എന്താണ് ഐഡാസ് മോഡൽ? A സ്റ്റാൻഡ്സ് ഫോർ, ഇവിടെ നോക്കാം, A സ്റ്റാൻഡ്സ് ഫോർ അറ്റൻഷൻ, I സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രസ്റ്റ്, D സ്റ്റാൻഡ്സ് ഫോർ ഡിസയർ, A സ്റ്റാൻഡ്സ് ഫോർ ആക്ഷൻ, S സ്റ്റാൻഡ്സ് ഫോർ സാറ്റിസ്ഫാക്ഷൻ. ഈ ഐഡാസ് മോഡൽ പറയുന്നത് ഒരു കസ്റ്റമർ അയാളുടെ ഒരു പ്രൊഡക്റ്റ് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങുന്ന വരെയുള്ള സ്റ്റേജുകളെ പറ്റിയാണ് ഐഡാസ് മോഡൽ പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറ്റൻഷനാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ അയാൾ ശ്രദ്ധിക്കുന്ന ഒരു ഘട്ടമാണ് അറ്റൻഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞറിയുന്നതാവാം, ഒരു പരസ്യം കാണുന്നതാവാം, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം അയാൾ റിയലൈസ് ചെയ്യുന്ന സ്റ്റേജാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റിനെ കണ്ടിട്ട് അയാൾക്ക് അതിൽ ഇൻട്രസ്റ്റ് വരുന്ന സ്റ്റേജാണ് 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് വാങ്ങണം, ആ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇൻട്രസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് സ്റ്റേജിന് ശേഷം അത് ഡിസയർ സ്റ്റേജായി മാറുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായി, നമ്മൾ ആ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിഞ്ഞു, അപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന സ്റ്റേജാണ്, ആഗ്രഹിക്കുന്ന സ്റ്റേജാണ് ഡിസയർ എന്ന് പറയുന്നത്. ആ ആഗ്രഹം വെച്ചുകൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകും. ഏതാണ്? ആക്ഷൻ എന്നുള്ള സ്റ്റേജ്. ആ ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയി പ്രൊഡക്റ്റ് വാങ്ങും. ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന സ്റ്റേജാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നു. ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആവാം, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആവാം. ആ ഒരു സ്റ്റേജിനാണ് സാറ്റിസ്ഫാക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ 5 സ്റ്റേജിലൂടെയാണ് നമ്മുടെ കസ്റ്റമറിൻ്റെ ബൈയിങ് പ്രോസസ്സ് പോകുന്നത് എന്നാണ് ഐഡാസ് മോഡൽ പറയുന്നത്. സോ ഇത് പഠിച്ചു വയ്ക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി 9ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സീറോ ബേസ് ബഡ്ജറ്റ് ആർ കറക്റ്റ്. സീറോ ബേസ് ബഡ്ജറ്റിനെ സംബന്ധിച്ച് താഴെ പറയുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കാം. 1, ഇറ്റ് വാസ് ഡെവലപ്പ് ബൈ പീറ്റർ ഫിർ. ഇത് ശരിയാണ്, പീറ്റർ ഫിർ ആണ് സീറോ ബേസ് ബഡ്ജറ്റ് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് വാസ് ഫസ്റ്റ്ലി അപ്ലൈഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ജോർജിയ സ്റ്റേറ്റ്, ജിമ്മി കാർട്ടർ. ശരിയാണ്, ഇത് ആദ്യം അപ്ലൈ ചെയ്തത് ജോർജിയ സ്റ്റേറ്റിൻ്റെ ഗവർണറാണ് അത് ആദ്യം അപ്ലൈ ചെയ്തത്. ഇതെന്താണെന്ന് പറയാം. 3, ഇറ്റ് ഈസ് സ്റ്റാർട്ട്സ് ഫ്രം സ്ക്രാച്ചസ്, 0. ശരിയാണ്. ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുന്നുള്ള ബഡ്ജറ്റുകളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിൻ്റെ തുടർച്ചയായിരിക്കും ഇക്കൊല്ലത്തെ ബഡ്ജറ്റ്. അതിൽ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ച, അതിൽ പറഞ്ഞ കാര്യങ്ങളുടെ ബാക്കി ആയിരിക്കും ഇതിൽ പറയുന്നുണ്ടാവുക. പക്ഷേ സീറോ ബേസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രീവിയസ് ഡാറ്റാസ് ഒന്നും ആശ്രയിക്കാതെ പുതിയൊരു തുടക്കം, സീറോയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ക്രാച്ചിൽ നിന്നാണ് സീറോ ബേസ് ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ബഡ്ജറ്റുകളെ ഒന്നും ഇത് ബാധിക്കുന്ന ഒരു വിഷയമല്ല. അതിലുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ കണ്ടിന്യൂഷൻ ഒന്നും കൊടുക്കാതെ, അതൊന്നും പ്രതിപാദിക്കാതെ ഒരു പുതിയ ബഡ്ജറ്റ് എന്ന നിലയിലാണ് സീറോ ബേസ് ബഡ്ജറ്റ് തുടങ്ങുക. സോ അതും ശരിയാണ്. മണി ടു ബി സ്പെൻഡ് നീഡ്സ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ദ പേഴ്സൺ മാനേജർ ഓഫ് ദ ഡിസിഷൻ പാക്കേജ്. അത് ശരിയാണ്. അതിൽ മണി സ്പെൻഡ് ചെയ്യണമെങ്കിൽ
ആരാണ് ചുമതലപ്പെടുത്തിയ ആ പേഴ്സന്റെ അപ്രൂവലും വേണം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ ഡി. ഇനി 10, ദ സ്പാൻ ഓഫ് കൺട്രോൾ റെഫേഴ്സ്. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ? നമ്മുടെ 5/14 പ്രിൻസിപ്പിൾസിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞത്. ഒരു മാനേജർക്ക് എത്രത്തോളം സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സബോർഡിനേറ്റ്സ് ഒരു മാനേജറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു, ആ അളവിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാനേജർ കൺട്രോൾ ചെയ്യുന്ന ആളുകളിലെ എംപ്ലോയീസിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ വർദ്ധിച്ചു എന്ന് പറയാം. അത് കുറയാണ് സ്പാൻ ഓഫ് കൺട്രോൾ കുറഞ്ഞു എന്ന് പറയാം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു എ ഗീവൺ മാനേജർ ഓർ സൂപ്പർവൈസർ. സോ എത്രയാ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് ഒരു മാനേജർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു മാനേജറിൽ റിപ്പോർട്ട് ചെയ്യുന്നത്, അതാണ് ആ മാനേജറിന്റെ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 11, ദ നാഷണൽ ഹൈവേ പ്രൊജക്ട് കോൺട്രാക്റ്റഡ് ഔട്ട് ബൈ NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണ് NHAI, ടു എ പ്രൈവറ്റ് പാർട്ട്ണർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് PPP മോഡൽ. എന്താണ് PPP മോഡൽ? PPP മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണ് PPP മോഡൽ. അതായത് പ്രൈവറ്റ് പാർട്ടീസും ഗവൺമെന്റും ഒരുമിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാണ് PPP മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഹൈവേ റോഡുകൾ നിർമ്മിക്കുന്നുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ. അവര് PPP മോഡലാണ് റോഡുകൾ നിർമ്മിക്കുന്നത്. അതായത് പ്രൈവറ്റ് പാർട്ടീസിന്റെ കൂടി ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ച് ആണ് എന്ത് ചെയ്യുന്നത്, റോഡുകൾ നിർമ്മിക്കുന്നത്. അത് ഇതിൽ ഏത് മെത്തേഡിലാണെന്നുള്ളതാണ്. അത് ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ആണോ, ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ആണോ, ബിൽഡ് ഓപ്പറേറ്റ് ലീസ് ആണോ, ഇത് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ആണോ? ഇതിൽ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ആണ്. എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് പാർട്ടീസ് അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എവിടെ? ഗവൺമെന്റിന്റെ സ്ഥലത്ത് റോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവര് അത് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിന്റെ അറ്റകുറ്റപ്പണികൾ നോക്കുന്നു. ഒരു ഫിക്സഡ് ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ 50 വർഷമാവാം, 20 വർഷമാവാം. അപ്പോൾ അവർ പൈസ ഇറക്കുന്നു, അതിനെ മെയിൻ്റെനൻസ് ചെയ്യുന്നു. അതുകൂടാതെ അവർ ടോളും പിരിക്കുന്നു. ടോൾ വരുന്നത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? PPP മോഡൽ വരുന്നതുകൊണ്ടാണ്. പ്രൈവറ്റ് പാർട്ടീസ് അവർ ഇറക്കിയിട്ടുള്ള പൈസ ടോൾ വഴി അവർ സ്വീകരിക്കുന്നു. ആ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം അവർ ബിൽഡ് ചെയ്യുന്നു, അത് ഓപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ BOT വ്യവസ്ഥയിലാണ് എന്താണ് ഈ റോഡ് പണികളൊക്കെ നടക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 12ാം ചോദ്യം, ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് റിസൾട്ട് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ. ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് നമുക്കറിയാം, അക്കൗണ്ടൻസി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്താണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.